ഇന്നലെ നമ്മൾ സംഗമയുഗത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ? നമ്മളെല്ലാം ഇപ്പോൾ സംഗമയുഗികളാണെന്നും ആത്മാക്കളായി നമ്മൾ പരമാത്മാരാമനുമായി സംഗമിച്ചിരിക്കുന്ന സർവശ്രേഷ്ഠ മുഹൂർത്തം. എങ്ങനെയാണ് ഒരു ദിവസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിന് മഹത്വം, അതുപോലെ സൃഷ്ടിയുടെ 4 യുഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കൽപ്പത്തിൻ്റെ ബ്രഹ്മമുഹൂർത്ത സമയമാണ് ഇപ്പോൾ. ആദികാലമാണ്. കലിയുഗരാത്രി പൂർത്തിയായി സത്യുഗി പ്രഭാതം പുലരാൻ പോവാണ്. അതിന് തൊട്ട് മുമ്പുള്ള ബ്രഹ്മമുഹൂർത്ത വേളയിലാണിപ്പോൾ നമ്മളെല്ലാവരും. ബ്രഹ്മമുഹൂർത്തത്തിൽ എല്ലാവരും എന്തു ചെയ്യും? ബ്രഹ്മമുഹൂർത്തം എന്തിനുള്ളതാണ്? ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവിനെ സ്മരിക്കാൻ, ബാറ്ററി ചാർജ് ചെയ്യാൻ അല്ലേ? അതിനുള്ള മംഗളമുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. അതുകൊണ്ട് ലോകത്തിലെ ബുദ്ധിമാന്മാർ, മഹാന്മാർ ആരെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം മഹത്തായ സംഭാവനകൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണോ, നിങ്ങൾ അവരുടെ എല്ലാം ജീവചരിത്രം പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആത്മകഥ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവരെല്ലാവരും പൊതുവേ അവരുടെ എല്ലാം ദിനചര്യ ആരംഭിക്കുന്ന ഏർലി മോർണിംഗാണ്. ദിവസവും 2 മണിക്ക് 3 മണിക്ക് 4 മണിക്കെങ്കിലും ഉണരാത്ത ഒരു മഹാത്മാക്കളും ഇല്ല പൊതുവെ. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ ബ്രഹ്മബാബയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ബാബ ദിവസവും രാവിലെ 2 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. എഴുന്നേൽക്കുക എന്നുള്ളതല്ല, എഴുന്നേറ്റ് 5 മണി വരെയുള്ള സമയം ഡീപ്പ് സൈലൻസിലിരുന്ന് സ്വമംഗളത്തിനും വിശ്വമംഗളത്തിനുമായി പരമാത്മസ്മൃതിയിലൂടെ ആ ഉയർന്ന ഊർജ പ്രകമ്പനങ്ങളെ വിശ്വത്തിലേക്ക് ഒഴുകിയിരുന്നു. വിശ്വത്തിലുള്ള എല്ലാവരുടെയും മംഗളത്തിനായിട്ടായിരുന്നു ബാബ മെഡിറ്റേഷൻ ചെയ്തിരുന്നത്, സർവരുടെയും മംഗളത്തിന്. അതുപോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന കർമ്മയോഗികളാണെങ്കിൽ പോലും അവരുടെ ആക്ടിവിറ്റികൾ, കർമ്മം പോലും അതിരാവിലെ എഴുന്നേറ്റ് തുടങ്ങും. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഗമയുഗം മുഴുവൻ സൃഷ്ടിയുടെ ആദികാലമാണ്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ കേട്ടുവല്ലോ, ഈ ആദികാലം നമ്മളെന്ത് ചെയ്യണം? സദുപയോഗം ചെയ്യണം. കാരണം പറയാറുണ്ടല്ലോ, തുടക്കം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ മുഴുവൻ ജീവിതം. അതുകൊണ്ട് ഒരു കൽപ്പത്തിൻ്റെ ആദികാലമായ പ്രഭാതവേള, അതിരാവിലത്തെ സമയമായ ഈ സമയം സംഗമയുഗം, ഈ പരിവർത്തന വേളയെ തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ അറിഞ്ഞിട്ട് പരിവർത്തനപ്പെടാൻ ശക്തി നൽകുന്ന പരമാത്മാ പിതാവിനെ തിരിച്ചറിഞ്ഞ്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സംഭവാമി യുഗേ യുഗേ. പരമാത്മാ സംഗമയുഗത്തിലാണ് വരണത്, നമ്മൾ ആത്മാക്കളാകുന്ന സീതമാരെ രാവണൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ. അപ്പോൾ ഈ സമയത്ത് ഭഗവാൻ വന്ന് നമ്മളെ മോചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജയിലിൽ നിന്ന് പുറത്ത് വരണം. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ഓരോ നിമിഷവും സംഗമയുഗിയായിട്ടായിരിക്കണം. രണ്ടാമത്തത് നല്ല നമ്മൾ പറഞ്ഞില്ലേ, ബ്രാഹ്മണരായിരിക്കണം. ബ്രാഹ്മണൻ ഉണരുന്നത് എത്ര മണിക്കായിരിക്കണം? ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടേതൊരു അലൗകികമായ, ഡിവൈനായ, നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിനചര്യയായിരിക്കണം. നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും. നഷ്ടക്കച്ചവടം ഇനി ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് എപ്പോഴും കണ്ടിട്ടില്ലേ, കുടുമി വെച്ചിട്ട് നടക്കും. കുടുമി അർത്ഥം ഏറ്റവും ഉയരം, എന്തിലായാലും നമ്പർ 1. പഠിക്കുകയാണോ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പഠിക്കുക, നല്ലൊരു വിദ്യാർത്ഥി. വീട്ടമ്മയാണോ നല്ലൊരു വീട്ടമ്മ. നർത്തകിയാണോ ഫസ്റ്റ് ക്ലാസ് ആയിട്ടൊരു നർത്തകി. ഡോക്ടറാണോ ഒരു നല്ല ഡോക്ടർ അല്ലേ. പുത്രനാണോ ഒരു നല്ല പുത്രൻ. നമ്മുടെ റോൾ ഏതാണോ നമുക്ക് കിട്ടിയിരിക്കണേ, ബ്രാഹ്മണനർത്ഥം അവരവർക്ക് കിട്ടിയ റോള് ഏറ്റവും നന്നായി അഭിനയിക്കുക. അതാണ് കുടുംബി ബ്രാഹ്മണൻ. എപ്പോഴാണ് ഏറ്റവും നന്നായി അഭിനയിക്കുക? പരമാത്മാവിൻ്റെ ശ്രീമതം, അതാണ് പെരുമാറ്റച്ചട്ടം.
ലക്ഷ്മണ രേഖയ്ക്കുള്ളിലാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? അല്ലേ, ലക്ഷ്യത്തിലെത്തും. അതാണ് ലക്ഷ്മണ രേഖ, ലക്ഷ്യത്തിലെത്തും. അല്ലേ, പിന്നെ ഇന്നലെ നമ്മളെന്താ മനസ്സിലാക്കിയത്? നമുക്ക് സ്വാഹ ചെയ്യണം. ബ്രാഹ്മണൻ്റെ ജോലി ഡെയിലി സ്വാഹയാണ്. ചെയ്തു തുടങ്ങിയോ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? സ്വാഹ. വേണ്ടാത്തതിനെല്ലാം എന്ത് ചെയ്യുക? സ്വാഹ ചെയ്യുക. വേണ്ടുന്നതിനെ, നല്ലതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കുക. രണ്ട് ജോലിയേ ഉള്ളൂ. എന്തൊക്കെ പ്ലസ് ഉണ്ടോ അതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുടുമി ലൈഫ് ഉയരത്തിലേക്ക് വരും. നമുക്കുണ്ട് പ്ലസ്സുകൾ, പക്ഷെ ഒന്നും ഉപയോഗിക്കാതെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജീവിതത്തിലൊന്നും ആയിത്തീരാൻ പറ്റില്ല. അവർ വെറും ഭാരമായിട്ട് മാറും ഭൂമിക്ക്, കുടുംബത്തിന്. എന്ത് കയ്യിലുണ്ടോ അതിനെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ നിധിയാണ് ഈ ശരീരം, മനസ്സ്, ബുദ്ധി, അല്ലേ, കഴിവ്, സമയം. ഇതിനെല്ലാം രാവിലെ മുതൽ വൈകുന്നവരെ സദുപയോഗം ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോഴും പഴമക്കാർ നോക്കൂ, 80 വയസ്സായാലും വെറുതെ ഇരിക്കില്ല. കാരണം എന്താ? അവരുപയോഗിച്ച് ശീലമുള്ളവർ. നമ്മളൊക്കെ അമ്മ മതി, അച്ഛാ മതി, ഇത്രയും പ്രായമായില്ലേ പറഞ്ഞാലും അവർ വെറുതെ ഇരിക്കില്ല. അവരവരുടെ അവസാന ശ്വാസം വരയ്ക്ക് എന്ത് ചെയ്യും? ചെയ്ത് ശീലമുള്ളവർ. അവർക്ക് സഫലമാക്കാതിരിക്കാൻ പറ്റില്ല. അവരോട് വെറുതെ ഇരിക്കാൻ പറയുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ അസ്വസ്ഥത. ജീവിതത്തിൽ അതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്താണ്? വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. വെറുതെ ഇരിക്കുക, കയ്യിലൊരു മൊബൈലുണ്ടെങ്കിൽ കഴിഞ്ഞു, മതി. അതാണ് അവർക്ക് അതീന്ദ്രിയ സുഖം, അതാണ് അവർക്ക് സ്വർഗം. ബാക്കി അധ്വാനമൊക്കെ അച്ഛൻ്റെ, അമ്മയുടെ, മുത്തശ്ശൻ്റെ, മുത്തശ്ശിയുടെ. ബാങ്കിൽ പൈസ ഉണ്ടാവും, വിഡ്രോ ചെയ്ത് സുഖമായിട്ട് മൊബൈലിൽ ചാർജിങ് ചെയ്യാൻ, നിൽക്കുകയും ചെയ്യാം. കഴിച്ചും കുടിച്ച് അവസാനം ശരീരം വെറുത്ത് മന്ദബുദ്ധിയായിട്ട് ജീവിതം നാശത്തിലേക്ക് കളയുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ജീവിതം ഓരോ സെക്കൻഡും സദുപയോഗം ചെയ്യാനുള്ളതാണ്. നമ്മൾ നമ്മളോട് നീതി പുലർത്തണം. അതുകൊണ്ട് 2 കാര്യം നടക്കണം. ഏതൊക്കെ? സ്വാഹ ചെയ്യേണ്ടതെല്ലാം സ്വാഹ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണ് ഈ അഗ്നി, ജ്ഞാനയോഗത്താൽ അഗ്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അഗ്നിയിൽ വേണ്ടാത്തത് കത്തിക്കാം. പിന്നെ തീയുടെ ഒരു പ്രത്യേകത എന്താ? മോൾഡ് ചെയ്യും. ചില വസ്തുക്കൾ തീയിലിട്ടാൽ എന്ത് ചെയ്യും? ഷേപ്പ് മാറി വരും. എന്തൊക്കെ സ്വഭാവം നമുക്ക് ഷേപ്പ് മാറ്റാനുണ്ടോ മാറ്റിയെടുക്കണം. അതിനുള്ള ടൈമാണിത്. അതിനാണ് പരമാത്മ നമ്മുടെ അടുത്തേക്ക് സഹായിക്കാൻ വന്നിരിക്കണം. ഒറ്റയ്ക്കല്ല നമ്മൾ സഹായിക്കാൻ. ഇപ്പോൾ ആൾ കൂടെയുള്ള സമയമാണ്. ബ്രഹ്മമുഹൂർത്തമാണ്. പരമാത്മ സൂര്യൻ ഉദിച്ചിരിക്കുന്ന സമയമാണ്. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പലതും പറ്റില്ല. പലപ്പോഴും നമ്മൾ പറയില്ല, എനിക്ക് ആഗ്രഹമുണ്ട് ദേഷ്യം മാറ്റണം, എനിക്ക് ആഗ്രഹമുണ്ട് മദ്യപാനം നിർത്തണം, പക്ഷെ പറ്റണ്ടേ? പറ്റില്ല. കാരണം ബാറ്ററി കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും സഹായം വേണം. ഇത്തിരി ചാർജ് കുറയുമ്പോൾ ബാറ്ററിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി, രക്ഷപ്പെടും. പക്ഷേ ബാറ്ററി കംപ്ലീറ്റ്ലി ഇറങ്ങിപ്പോയി. ഇനി ബാറ്ററി വെള്ളം ഒഴിച്ചതുകൊണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബാറ്ററി വീട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ചാർജിങ് സെൻറ്ററിൽ കൊണ്ടുപോയി റീചാർജിന് കൊടുത്തേ മതിയാക്കും. ഇന്ന് നമുക്ക് നമ്മുടെ ആ ജീവിതത്തിൻ്റെ ചാർജ് ഇറങ്ങിയ ആ പ്രക്രിയയെ കാണാം. നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം നമുക്കതാണ് മനസ്സിലാക്കി തരണം. രാമായണാകട്ടെ, മഹാഭാരതമാകട്ടെ, ഈ ഇതിഹാസങ്ങൾ എന്താ കാണിച്ചു തരുന്നത്? ഉയർന്ന ജീവിത ചരിത്രത്തെ, ശ്രേഷ്ഠ ജീവിതം ജീവിച്ചിരുന്നവർ, പിന്നെ അതേപോലെ വളരെ തിന്മയിലൂടെ സഞ്ചരിച്ചിരുന്നവർ. നന്മയുടെ വിജയവും തിന്മയുടെ പരാജയവും നമുക്ക് കാണിച്ചു തരിക. ധർമ്മത്തിൻ്റെ വിജയവും അധർമ്മത്തിൻ്റെ പരാജയവും നമുക്ക് കാണിച്ചു തരിക. ആ ഉയർന്ന ജീവിതം ജീവിച്ചവരുടെ ജീവിതം വെച്ചിട്ട് തന്നെ ആരുടെ ജീവിതം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? നമ്മുടെ ഋഷിമാർ ആ ഭാഷയാണ് ഉപയോഗിച്ചത്. അവർക്ക് മനസ്സിലായി മനുഷ്യജീവിതം താഴേക്ക് പോകുകയാണ്, ഇവരെ ഉയർത്തണം. അതിനെന്തേ ഉള്ളൂ മാർഗം? നല്ല ജീവിതം ജീവിച്ചിരുന്നവരും അല്ലേ, മോശ ജീവിതം ജീവിച്ചതിൻ്റെ ദോഷവും നന്മയിലൂടെ പോയവരുടെ വിജയം. അതാണ് പാണ്ഡവ കൗരവ ചിത്രം നമുക്ക് തന്നിരിക്കണേ. രാമരാവണ കഥ നമുക്ക് കാണിച്ചു തരുന്നത്. അതിലൂടെ നമ്മളെ ബോധവാനാക്കുകയാണ്, ഉണർത്തുകയാണ്. ഋഷിമാരധികം സംസാരിക്കില്ല. ഒന്നുകിൽ ചിത്രം, അല്ലെങ്കിൽ ചില കഥകൾ, ഉപകഥകൾ അല്ലേ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷേ നമ്മൾ മേലെ കഥ കേട്ടിരുന്ന ഇന്നലത്തെ പോലെ അല്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞുവല്ലേ,
വെറുതെ കഥയും കേട്ടുകൊണ്ടിരുന്ന വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ കഥയും കഥാപാത്രങ്ങളും തന്നെ നിങ്ങളെ വിഴുങ്ങും. അതിൽ തന്നെ നമ്മുടെ ജീവിതം കെട്ടപ്പെട്ടു പോകും, അന്തസ്സത്തെ ഉൾക്കൊള്ളില്ല. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ യാത്ര, ആത്മാരാമൻ്റെ അയനം, ഇന്ന് നമ്മൾ സമ്പൂർണ്ണമായി നമ്മൾ ഈ കഴിഞ്ഞ 15 ദിവസമായിട്ട് നമ്മുടെ യാത്ര നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ യാത്ര സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഈ നാടകശാലയിലെ യാത്ര. അപ്പം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നമ്മൾ പറയില്ലേ, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകമല്ല ഇപ്പോൾ. നമ്മുടെ തന്നെ മുതിർന്നവർ, നമ്മുടെ അച്ഛനമ്മമാർ തന്നെ പറയില്ലേ, ഓ ഞങ്ങളുടെ കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അത്ര നല്ല സ്നേഹമായിരുന്നു എല്ലാവർക്കും, ലോകം ഇങ്ങനെയായിരുന്നില്ല. ഇപ്പം നോക്കൂ അല്ലേ. ഒരു 10-20 വർഷങ്ങൾക്ക് ബാക്കിലേക്ക് നോക്കിയിട്ട് പോലും ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ. ചിലരെന്ത് പറയും, ഓ ലോകമോ എത്ര അഡ്വാൻസ്ഡായി, ഇപ്പം എത്ര ടെക്നോളജിയായി, വിമാനമായി, കപ്പലായി, എന്തെല്ലാം സൗകര്യങ്ങളായി. പണ്ടിത് വല്ലതും ഉണ്ടായിരുന്നോ? പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം മുമ്പ്, ഒരു 100-150 വർഷവുമായി താരതമ്യപ്പെടുത്തിയിട്ട് എന്ത് പറയും, ഇപ്പം നമ്മുടെ സൗകര്യങ്ങൾ കൂടി. ശരി തന്നെയാണ്. 150 വർഷം മുമ്പുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ ചിത്രങ്ങൾ, ചരിത്രങ്ങൾ, നമ്മൾ പഴയ കാലത്തെ ചിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോഴത്തെ വീടുകളുടെ അവസ്ഥ അല്ലേ, മനുഷ്യൻ്റെ അവസ്ഥ. ഇന്ത്യയുടെ തന്നെ ചിത്രം നോക്കൂ, ആൾക്കാരുടെ ഡ്രസ്സിങ് എല്ലാം നമ്മൾ നോക്കി. ശരിക്ക് കേരളത്തിലൊക്കെ നമ്മൾ ചിത്രം നോക്കിയാൽ മര്യാദയ്ക്ക് വസ്ത്രധാരണം പോലും ഉണ്ടായിരുന്നില്ലേ അല്ലേ. പിന്നെ ദാരിദ്ര്യത്തിൻ്റെ ചിത്രം, വീടുകളാണെങ്കിലും അല്ലേ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചതിൻ്റെ തെളിവുകൾ നമുക്ക് ചിത്രങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പിൽ ഈ ചിത്രങ്ങൾ നമുക്ക് കാണാം. പക്ഷെ അത് കേവലം 100-150 വർഷത്തെ ചരിത്രമാണ് നമ്മൾ ഉപമിച്ചിട്ടാണ് പറയണേ. അതുമായിട്ട് വെച്ച് നോക്കി ഇപ്പോൾ വളരെയധികം നമ്മൾ ഡെവലപ്പായി, മനുഷ്യൻ ഭൂമിയിൽ സ്വർഗം രചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺക്രീറ്റ് സൗധങ്ങൾ നമ്മൾ റെഡിയാക്കി, സയൻസ് ടെക്നോളജി വളർന്നു അല്ല, ഇഷ്ടംപോലെ സാധന സാമഗ്രികൾ, സൗകര്യം, നമുക്ക് സൗകര്യം തരുന്ന ധാരാളം സാമഗ്രികൾ ഉണ്ടാക്കി തന്നു. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഈ 100 കണക്കിന് വർഷങ്ങളുടെ ചിത്രം മാത്രമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയണത് ഇന്ന് ഭൗതികമായിട്ട് നമ്മൾ ഉയർന്നു. പക്ഷേ നമ്മുടെ പോലും മാതാപിതാക്കൾ, നമ്മുടെ പോലും മുത്തശ്ശന്മാർ പറയുന്നുണ്ട് അല്ലേ, ഞങ്ങളുടെ കാലഘട്ടം വെച്ച് നോക്കിയേ ഇന്ന് നന്മകൾ പോയി. സത്യതയുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു, പരസ്പര സ്നേഹം ഉണ്ടായിരുന്നു അല്ല, സ്വാർത്ഥത കുറവായിരുന്നു. സാധനങ്ങൾ ഈ ഇടയിൽ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധനങ്ങൾ കൂടി. പക്ഷേ അല്ല, മനുഷ്യൻ്റെ ഉള്ളിൽ വേണ്ടുന്ന സാധനം, മനസ്സിന് വേണ്ടുന്ന ആ സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചിത്രം, ലോകത്ത് കാണുന്ന ഈ സ്വർഗം നമ്മൾ പണിതു എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇന്ന് ലോകത്തെ സ്വർഗമാക്കി വെച്ചിരിക്കുന്ന സുന്ദര പൂന്തോട്ടങ്ങളും അല്ല, സുന്ദരമായ വാഹനങ്ങളും കെട്ടിടങ്ങളും അല്ല, എന്തെല്ലാം നമ്മൾ ഈ ഭൂമുഖത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ, ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുകയാണ്. ഭഗവാൻ നിത്യ സത്സംഗത്തിൽ പറയാറുണ്ട്, മക്കളെ ഇതൊരു വൈക്കോൽ കൂനയാണ്, ഇതിന് തീ പിടിക്കാൻ പോകുകയാണ്. അണയാൻ പോകുന്നതിന് മുമ്പ് എന്താവും, ഒരു ആളിക്കത്തലുണ്ടാവും. അതിയിലേക്ക് പോകുന്നതിൻ്റെ അല്ലേ, അന്ത്യത്തിൻ്റെ ലക്ഷണമാണ് അതി. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അതിയാണ് അന്ത്യത്തിന് മുമ്പുള്ള അതി അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാൻ പറയണേ, മക്കളെ ഇപ്പം നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിച്ചിരിക്കുന്ന വേൾഡിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, അത് കേവലം പകുതി മാത്രമാണ്. ഈശ്വരൻ വന്നിട്ട് നമുക്ക് മക്കൾക്ക് സമ്പൂർണ്ണ ലോകത്തിൻ്റെ ചരിത്രം, അത് വിശേഷിച്ചും ഭാരത ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ലോകചരിത്രം, കംപ്ലീറ്റ് വേൾഡിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, അതാണിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോണേ. അതറിഞ്ഞാലേ മാനവകുലത്തിൻ്റെ, നമുക്ക് നമ്മുടെ സമ്പൂർണ്ണയനം, ആത്മാരാമൻ്റെ പൂർണ്ണയനം, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇതുവരെയുള്ള നമ്മുടെ യാത്രയെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഒരു കൽപ്പത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രം ഒരു സ്റ്റെപ്പിൻ്റെ ചിത്രമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സ്റ്റെയർ കേസിൻ്റെ, കോണിപ്പടിയുടെ ഒരു ചിത്രമാണ്. ഈ പടി, ഈ
സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു സ്റ്റെപ്പ് നമ്മളെ സഹായിക്കുന്ന എന്തിനാ? കയറാനും ഇറങ്ങാനും അല്ലേ, ഇറങ്ങാനും കയറാനും. അപ്പോൾ ഇന്ന് ഈ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? ഈ പടിയുടെ ചിത്രത്തിലൂടെ ഭഗവാൻ നമ്മളോട് പറയണേ, മക്കളെ നിങ്ങൾ എത്രത്തോളം ആത്മീയ ഊർജത്താൽ സമ്പന്നമായിരുന്നു, മേലെന്ന് താഴേക്ക് എങ്ങനെ ഇറങ്ങി. നമ്മുടെ ആത്മീയ ഊർജത്തിൻ്റെ ഡിസ്ചാർജിങ് ആണ്. ബാറ്ററി എങ്ങനെ ഡിസ്ചാർജ് ചെയ്യും? എങ്ങനെ ഡിസ്ചാർജ് ചെയ്യും? സ്റ്റെപ്പിലൂടെ, ഓരോ പടിയിലൂടെ. ഓരോ പടിയർത്ഥം ഓരോ ജന്മങ്ങളിലൂടെ, പുനർജന്മങ്ങളിലൂടെ ആത്മാവിൻ്റെ ആത്മീയ ഊർജം ഇറങ്ങി വരുന്നു. അതാണ് ഈ പടിയിലൂടെ ഭഗവാൻ ആദ്യം മനസ്സിലാക്കി തരണേ. കാരണം ഇത്രയും കാലം കൂടുതൽ പേര് എന്താ വിചാരിച്ചിരിക്കുന്നത്? പുനർജന്മം എടുക്കുമ്പോൾ നമ്മളങ്ങ് എന്തോ ഡെവലപ്പായി എന്നാണ് അല്ലേ. ഈച്ചയെന്ന് പൂച്ചയായി, പൂച്ച അല്ലേ, പിന്നെ വലിയ പുലിയായി, വലിയ ആളായി, പിന്നെ അങ്ങ് അല്ലേ മനുഷ്യനായി. നമ്മുടെ വികാസം താഴ്ന്ന മേലേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കുരങ്ങനിൽ നിന്ന് മനുഷ്യനായി. അതാണല്ലോ നമ്മളെ പഠിപ്പിച്ച ഡാർവിൻ സിദ്ധാന്തം. ഇപ്പോൾ ഡാർവിൻ സിദ്ധാന്തത്തെ തന്നെ മറികടക്കുന്നുണ്ട് ശാസ്ത്രലോകം തന്നെ. പക്ഷേ പരമാത്മാ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്ന, മക്കളെ നിങ്ങൾ ഉയർന്ന ഊർജത്തിലുണ്ടായിരുന്നേ. കാരണം നമ്മൾ ഊർജതന്ത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് എൻട്രോപ്പി നമ്മളെ എന്താ പഠിപ്പിക്കണേ? ഊർജം എപ്പോഴും അതിൻ്റെ ഹയസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങുന്നത്. മേലെന്ന് താഴേക്കാണ് ഒഴുക്കുക, താഴ്ന്ന മേലേക്കല്ല. താഴ്ന്ന മേലേക്ക് ഒഴുക്കണമെങ്കിൽ മോട്ടർ വേണം. അപ്പം നമ്മൾ പുനർജന്മം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സ്വർണം തന്നെ നോക്കൂ, അഴിച്ചു പണിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും മിക്സ് ചെയ്തില്ലെങ്കിൽ പോലും പറയില്ലേ, അഴിച്ച് പണിയിൽ ഒരു ലോസേജ് ഉണ്ട്. അതേപോലെ ആത്മാവ് പുനർജന്മങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഊർജം ഇറങ്ങി വന്നു. ഇത് പ്രകൃതിദത്തമാണ്. ഇറക്കം പ്രകൃതിദത്തമാണ്. പ്രകൃതിയുടെ നിയമമാണ് ഈ പ്രകൃതി. ആത്മാവ് ഈ പ്രകൃതിയുടെ ആധാരം എടുത്തതുകൊണ്ട്, 5 തത്വങ്ങളുടെ ആധാരം എടുത്തതുകൊണ്ട് എന്തു ചെയ്യും? സതു രജോ തമോ അവസ്ഥയിലൂടെ കടന്നു. അച്ഛൻ്റെ കൂടെ വീട്ടിൽ ഇരുന്നപ്പോൾ അച്ഛനെ പോലെയുള്ള കുട്ടിയായിരുന്നു. പക്ഷേ എന്താ സംഭവിക്കണേ? അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ കാണുന്നില്ലേ? ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് പരംധാമത്തിൽ നമ്മൾ ആത്മാക്കളാകുന്ന മക്കൾ പരമാത്മാ പിതാവിനോടൊപ്പം വീട്ടിലിരുന്ന ആ ചിത്രമാണ്. അച്ഛനും മക്കളും ആത്മസ്വരൂപങ്ങളെല്ലാം പരമാത്മാ പിതാവിനോടൊപ്പം പരംധാമത്തിലെ വീട്ടിലിരുന്നപ്പോൾ നമ്മളെല്ലാം ഫുൾ പ്രകാശത്തിൽ സദോഗുണിയായിട്ട് തിളങ്ങുന്ന പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായിരുന്നു. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ചെറിയ പാട്ട് കുഞ്ഞു ക്ലാസ്സിലെ. അങ്ങനെയുള്ള ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് ആയിരുന്നു. എവിടെ? അപ്പ് അബവ്, മുകളിലായിരുന്നപ്പോൾ. ഏതാ മുകളിൽ? പരംധാം വീട്ടിൽ പരമാത്മാ പിതാവിനോടൊപ്പം അച്ഛനോടൊപ്പം ഇരുന്നപ്പോൾ നമുക്ക് അച്ഛനെ പോലെ വെളിച്ചമുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മൾ ഓരോ ആത്മനക്ഷത്രങ്ങൾ, ആ ചിത്രത്തിൽ കണ്ടില്ലേ? ആത്മാക്കളാകുന്ന നമ്മൾ നക്ഷത്രങ്ങൾ ഓരോന്നും എന്ത് ചെയ്തു? ഓരോ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ആത്മനക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. നാടകത്തിൻ്റെ 1ാം ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിൽ, സ്റ്റെയർ കേസിൻ്റെ ഏറ്റവും മേലെ ഭാഗമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഫുൾ ചാർജ്ഡ് ബാറ്ററി ഇറങ്ങി വരികയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശരീരം ഈ പ്രകൃതി 5 തത്വങ്ങളും അതിൻ്റെ സദോഗുണി സ്റ്റേജിലായിരിക്കും ആ സമയത്ത്. ആ 5 തത്വങ്ങളും സദോഗുണി സ്റ്റേജിലായതുകൊണ്ട് അവിടെ നമ്മുടെ ജീവിതത്തെയാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാവും സദോഗുണി, നമുക്ക് കിട്ടുന്ന ശരീരവും സുന്ദരം ആ സുന്ദരമായ ശരീരത്തിലിരുന്ന് നമ്മളെല്ലാവരുടെയും ജീവിതയാത്ര എങ്ങനെയാണ്? ആ ആദ്യത്തെ 8 സ്റ്റെപ്പുകൾ ഗോൾഡൻ കളറാണ്, സ്വർണ്ണിമ. ആത്മാവ് ശുദ്ധ സ്വർണ്ണമാണ്. അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് 24 ക്യാരറ്റാണ് നിങ്ങളവിടെ. 16 കലാസമ്പൂർണ്ണ പൂർണ്ണചന്ദ്രനെ പോലെ, പൗർണമിയെ പോലെയാണ് നിങ്ങളുടെ അവസ്ഥ അവിടെ. പൂർണ്ണത എല്ലാ മനസ്സ വാച കർമ്മണ, രാജ്യവും പ്രജയും എല്ലാവരും പൂർണ്ണത, പെർഫെക്ഷൻ ഉള്ളവരായിരിക്കും. നോ ഡിഫക്റ്റ്, പെർഫെക്റ്റ്.
ഒന്നിലും ഒരു കുറവും ഉണ്ടാവില്ല. ആ പെർഫെക്ഷനിലാണ് നമ്മുടെ ജീവിതയാത്ര. ആത്മാവ് ശരീരം എടുക്കും. അപ്പോൾ ആത്മാവ് ശരീരം എടുക്കുമ്പോഴാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ജീവാത്മാവ്, ആത്മാവ് അച്ഛൻ്റെ കൂടെ ഇരുന്നപ്പോൾ സദോഗുണി 7 ഗുണങ്ങൾ, അതേ ആത്മാവ് വന്ന് ശരീരം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് 5 സ്പെഷ്യൽ ഡിഗ്രീസാണ് അവിടെ. ശരീരത്തിലിരിക്കുമ്പോൾ സർവഗുണ സമ്പന്നർ. ആത്മാവിലെ എല്ലാ ഗുണവും കർമ്മേന്ദ്രിയങ്ങളിലൂടെ മനസ്സാവാച കർമ്മണ പുറത്തു വരാൻ തുടങ്ങും. ഓരോ പ്രവൃത്തിയിലും നമ്മുടെ സ്നേഹവും ശാന്തതയും വിനയവും നമ്മളിലെ ശക്തികളുമെല്ലാം പ്രവൃത്തികളിലൂടെ നമ്മൾ കാണിക്കാൻ തുടങ്ങും. സർവഗുണ സമ്പന്നരാണ്, സമ്പൂർണ്ണ നിർവികാരിയാണ്. രാവണനില്ല, 5 വികാരമില്ല, സമ്പൂർണ്ണ നിർവികാരി. പിന്നെ 16 കലാസമ്പൂർണ്ണ, ഓരോ കർമ്മവും കല പോലെ ആയിരിക്കും അവിടെ, പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഭഗവാൻ പറയണേ മര്യാദ പുരുഷോത്തമരാണ് നമ്മളവിടെ. ഉത്തമനാണ്, മര്യാദകൾക്കുള്ളിലാ ജീവിതം. ആത്മീയ മര്യാദയും അല്ല മാനുഷിക മര്യാദയും നമ്മളവിടെ പാലിക്കും. ആത്മാവിന് ശരീരം കിട്ടുമ്പോൾ മനുഷ്യൻ സമ്പൂർണ്ണ മര്യാദ പുരുഷോത്തമനായി ജീവിക്കുന്ന സമയമാണ്. യൂണിവേഴ്സൽ പ്രപഞ്ച നിയമങ്ങളെല്ലാം അതേപോലെ പാലിക്കും. ജീവിത നിയമങ്ങളും ഈശ്വരീയ നിയമങ്ങളും എല്ലാം മര്യാദയ്ക്കുള്ളിൽ. ആത്മാക്കളാകുന്ന സീതമാരെവിടെയാണ്? ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ലൈഫ് സുരക്ഷിതമാണ് നമ്മുടെ അവിടെ, സുരക്ഷിതമാണ്. അതാണ് ആ സമയത്ത് ജീവിതത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും യഥാ രാജ തഥാ പ്രജ. അവിടെ ഒരാളോ 2 പേരോ അല്ല. അവിടെ സത്യുഗം ത്രേതായുഗം, സത്യുഗത്തിന് ശേഷം അടുത്തത് കാണിക്കുന്ന ത്രേതായുഗമാണ്. ഈ സത്യത്രേതായുഗം, സത്യുഗത്തെ ഗോൾഡൻ ഏജ് എന്ന് പറയും, ത്രേതായുഗത്തെ സിൽവർ ഏജ് എന്ന് പറയും. അപ്പം സത്യത്രേതായുഗം, ഈ 2 യുഗമാണ് കൽപ്പത്തിൻ്റെ പകുതി സമയം. ഈ പകുതി സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യുഗവും ത്രേതായുഗവും ചേർന്ന് നമ്മൾ ആത്മാവിൻ്റെ ആ പൂർണ്ണതയിലുള്ള ജീവിതം നമ്മളിവിടെ ജീവിച്ചു. എല്ലാവരും ആ ജീവിതം, ആ കാലമാണ് ഇനി വരാൻ പോണ. വീണ്ടും കലിയുഗം തീരെയല്ലേ, സത്യുഗം വരാൻ പോവല്ലേ. അപ്പോൾ സത്യത്രേതായുഗത്തിൽ നമ്മുടെ ജീവിതം കണ്ടില്ലേ, വീടുകൾ, കാലാവസ്ഥ എല്ലാം, പ്രകൃതിയും സദോ പ്രധാനം, ആത്മാവും സദോ പ്രധാനം. എല്ലാവരും അവിടെ രാജഭരണമായിരിക്കും. ഒരു ഭാഷയേ ഉണ്ടാവുള്ളൂ. ലോകം എന്ന് പറയുന്ന ഒരു ഗ്ലോബ് പോലെ ഉണ്ടാവും, വില്ലേജ് പോലെ ഉണ്ടാവും. ഇപ്പോൾ എങ്ങനെയാണോ ഡിജിറ്റൽ സംവിധാനങ്ങൾ നമ്മുടെ ലോകത്തെ ഗ്ലോബാക്കി, ഗ്ലോബിനെ ഒരു വില്ലേജാക്കി മാറ്റിയിരിക്കുന്നത്, സത്യത്രേതായുഗത്തിൽ ഒരു വില്ലേജ് പോലെ ഉണ്ടാവും. കാരണം ഭൂമി എന്ന് പറയുന്ന ജീവിതം വളരെ കുറച്ച് സ്ഥലത്തേ ഉണ്ടാകുള്ളൂ. ഭഗവാൻ പറയുന്നത് ആ അഖണ്ഡ ഭാരത ഭൂഖണ്ഡം എന്നാണ് പറയാം. ആ സമയം ലോകം അറിയപ്പെടുന്നത് ഭാരതം എന്ന പേരിലായിരിക്കും. ഭാരത ഭൂഖണ്ഡം, ഒറ്റ ഭൂഖണ്ഡത്തിലായിരിക്കും ജനജീവിതം. ബാക്കി കൂടുതൽ ഭാഗവും വെള്ളമായിരിക്കും. അപ്പം ആ ജീവിതം, സത്യത്രേതായുഗത്തിലെ നമ്മുടെ ജീവിതം, ആ സമയത്ത് നമ്മളെ മനുഷ്യരാണ്. പക്ഷെ മനുഷ്യൻ നല്ല അവിടെ വിളിക്കുക, സ്ത്രീ പുരുഷൻ എന്ന് പറയില്ല. എന്താ പേര്? നമ്മൾ അച്ഛൻ്റെ അടുത്തുനിന്ന് വന്ന അച്ഛൻ സ്വത്ത്, പിതൃസ്വത്താണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ദൈവീകതയാണ് നമ്മുടെ കർമ്മങ്ങളിൽ, ഡിവിനിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ പേരെന്താ? ദേവത. ദേവതാർത്ഥം ഡിവിനിറ്റി ഉള്ളവർ, ദേവതാർത്ഥം നൽകുന്നവർ. എന്ത് നൽകുന്നവർ? നേരത്തെ പറഞ്ഞല്ലോ, സർവ്വഗുണങ്ങളും തൻ്റെ കർമ്മങ്ങളിലൂടെ എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്ന മനോഭാവം മാത്രമേ ഉള്ളൂ അവിടെ. സ്നേഹം കൊടുക്കുക, സുഖം കൊടുക്കുക, സന്തോഷം കൊടുക്കുക. ആത്മാവിന് ഈ ശരീരം എന്തിനാണോ കിട്ടിയത് അത് 7 ഗുണങ്ങളെ സപ്ലൈ ചെയ്യാനാണ്. അത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ച് നമ്മൾ ജീവിച്ചത് എവിടെയാണ്? കൊടുക്കുക. ഇങ്ങനെയായിരുന്നു കൈ. അതുകൊണ്ടാണ് ഇന്നും അല്ല ദേവീ ദേവന്മാരുടെ ഫോട്ടോസോ വിഗ്രഹങ്ങളോ ശില്പങ്ങളോ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് കൈ? വരദഹസ്തവും അഭയഹസ്തവും, ഈ 2 കൈകളാണ് കാണിക്കുക. അഭയം, വരം, കൊടുക്കുക മാത്രം. അവരുടെ പേരാണ് ആര്? ദേവന്മാർ, ദേവിമാർ. ദിവ്യത നമുക്കുണ്ടായിരുന്നു. അങ്ങനെ സത്യത്രേതായുഗം നമ്മൾ നോക്കിയാൽ സത്യുഗത്തിൽ ഭഗവാൻ പറയുന്ന 8 ജന്മമാണ്, 1250 വർഷം. അതുകൊണ്ട് നമുക്കവിടെ ആയുസ് കൂടുതലായിരിക്കും. ഓരോ ജന്മങ്ങളും 150ഓളം വയസ്സ് കൃത്യമായ ആയുസ്സിലൂടെ കടന്നു പോകും. ത്രേതായുഗം എത്തുമ്പോൾ
വീണ്ടും ജന്മങ്ങളുടെ പടി കൂടുതല. എൻ്റെ അർത്ഥം എന്താ? ജന്മങ്ങൾ കൂടും, അപ്പോൾ സ്വാഭാവികമായിട്ട് ആയുസ് കുറയും. 12ഓളം ജന്മമാണ്. അങ്ങനെ അരക്കൽപ്പം, സത്യയുഗം, ത്രേതായുഗം. നമ്മൾ ആ വെളിച്ചത്തിലൂടെ സഞ്ചരിച്ച സമയത്തെ ടോട്ടൽ പോപ്പുലേഷനാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയില്ലേ 33 കോടി ദേവത, 33 കോടി ദേവീദേവന്മാർ. 33 കോടി പറഞ്ഞാൽ 33 കോടിയാണ്. സത്യയുഗത്തിലെയും ത്രേതായുഗത്തിലെ ആകെ പോപ്പുലേഷനാണ്, ആകെ ജനസംഖ്യയാണ്. അവരെ ജനം എന്ന് പറയില്ല. ഇപ്പം നമ്മൾ ജനസംഖ്യ എന്നാ പറയുക, ജനങ്ങളെന്നാ വിളിക്കുക അല്ലേ, മനുഷ്യനെന്നാ പറയുക, സ്ത്രീ പുരുഷൻ. പക്ഷെ സത്യത്രേതായുഗത്തിലെ നമ്മളെ എങ്ങനെ വിളിക്കുള്ളൂ? ദേവൻ ദേവി. എന്തിന്? നിങ്ങൾക്ക് സീരിയലുകളിൽ, കൃഷ്ണ സീരിയൽ, മഹാഭാരത സീരിയലിലെ, രാമായണ സീരിയലുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ പുരുഷനൊന്നും പറയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓരോ വാക്കുകൾ അഭിസംബോധനയ്ക്ക് ഉപയോഗിക്കുന്ന എത്ര സർവശ്രേഷ്ഠ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പതി പത്നി പോലും സംസാരിക്കുക. അച്ഛനെ അമ്മയെ, അമ്മായിയച്ഛനെ അമ്മായിയമ്മയെ ഒക്കെ വിളിക്കുന്ന വാക്കുകൾ കേട്ടിട്ടില്ലേ? എത്ര റോയൽ ശബ്ദങ്ങളാണ് അല്ലേ? കാരണം എന്താ? സത്യത്രേതായുഗത്തിലെ നമ്മുടെ ജീവിതം അത്ര റോയൽറ്റി ഉള്ളതായിരുന്നു, രാജകീയതയുള്ളതായിരുന്നു. ആത്മസ്വരാജ്യാധികാരിയാണ്, വിശ്വരാജ്യാധികാരികളാണ്. വിശ്വം ഒരു രാജ്യമാണ്. അവിടുത്തെ പ്രത്യേകത എന്താ? ആത്മഭാവത്തിലാണ്. ശരീരമുണ്ട്, പക്ഷെ ശരീരബോധമില്ല. ആത്മാവായ ഞാൻ രാജാവാണെന്ന ബോധത്തിൽ തന്നെയാണ് കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത്. പക്ഷേ ആത്മാവിന്ദ്രിയങ്ങളിലൂടെ എല്ലാ സുഖവും അനുഭവിക്കുന്നുണ്ട്, സുഖവും ശാന്തിയും സന്തോഷവും എല്ലാം. പ്രകൃതിയുടെ എല്ലാ രസവും അനുഭവിക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ ആനന്ദവും എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പോലെയല്ല, അല്ല, ഭോഗത്തിൻ്റെ ആനന്ദമല്ല. ആത്മാവിന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ആത്മാവിലെ തന്നെ ആത്മീയ സുഖമാണ്. എല്ലാ കർമ്മങ്ങളിലൂടെയും സന്തോഷം അനുഭവിക്കുന്നുണ്ട്, പക്ഷെ വികാരി സുഖങ്ങളല്ല ഭോഗിക്കുന്നതെന്ന് മാത്രം. കൊടുക്കുന്നതും ആത്മീയാനന്ദം, എടുക്കുന്നതും ആത്മീയാനന്ദമാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ അരക്കൽപ്പത്തെ ജീവിതം. അതാണ് ഏത് കാലഘട്ടം? ദേവകാലഘട്ടം. അതിന് എന്താ പറയുക? ദേവകാലഘട്ടം. അടുത്തരക്കൽപ്പം, വീണ്ടും പടി ഇറങ്ങുകയാണ് നമ്മൾ താഴേക്ക്. അടുത്തരക്കൽപ്പം എന്ന് പറയുന്നത് അല്ല, സത്യത്രേതായുഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മാവിൻ്റെ രാത്രി, ബ്രഹ്മാവിൻ്റെ പകലെന്നാണ് ശാസ്ത്രത്തിൽ പറയാം. സത്യത്രേതായുഗത്തെയാണ് ശരിക്കും പറഞ്ഞാൽ പകലെന്ന് പറയണം. അടുത്തത് രാത്രി ആരംഭിക്കുകയാണ്, ദ്വാപരം, ദ്വൈ. ഇന്നലെ നമ്മൾ കാലചക്രത്തിൻ്റെ ചിത്രം കണ്ടപ്പോൾ ഇന്നലെ മെന്നാന്ന് മനസ്സിലാക്കിയില്ലേ? കാലചക്രത്തിൽ സത്യത്രേതായുഗത്തിന് ശേഷം കാലം തിരിയുമ്പോൾ ചക്രം തിരിയുകയാണ്, ദ്വൈ, 2 ഭിന്നത വരികയാണ്. അതാണ് ഈ പടിയിൽ കാണുന്നത്. ദ്വാപരയുഗം മുതൽ കലിയുഗം വരെയുള്ള ഈ ചിത്രം നമുക്ക് എന്താ കാണിച്ചിരുന്നത്? പടികളുടെ എണ്ണം കൂടുതലാണ്. അർത്ഥം എന്താ? ജന്മങ്ങൾ കൂടുതലാണ്. എന്താ കാര്യം? എന്തുകൊണ്ടെന്നാൽ ദ്വാപരയുഗം മുതൽ ആത്മഭാവം നമ്മളുടെ മാറിയിട്ട് ആത്മബോധം പടിയിറങ്ങി. പടി ഓരോന്നോരോന്നിറങ്ങുമ്പോൾ പുനർജന്മത്തിൽ പടിയിറങ്ങുന്നത് എന്താ? ആരാ പടിയിറങ്ങണേ? സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ സ്റ്റെപ്പ് എന്നുള്ളതല്ലല്ലോ. ആരാ ഇറങ്ങുന്ന ആളാരാ? ആത്മാവ് ശരീരം എടുക്കുകയാണ്. ശരീരം വിടുക, ശരീരം എടുക്കുക. അപ്പോൾ ആത്മീയതയുടെ പടിയിറക്കമാണ്, ആത്മബോധത്തിൻ്റെ പടിയിറക്കമാണ്. സോൾ കോൺഷ്യസ് ലിവിങ്, ആത്മബോധത്തിലുള്ള ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ പടിയിറങ്ങാണ്. സദോ ഗുണങ്ങളുടെ പെർസെൻറ്റേജ് കുറയാണ്. ധാർമ്മികത ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങാണ്. അയോധ്യയിൽ നിന്ന് ധർമ്മം എവിടെ പോവുകയാണ്? കാട് കയറുകയാണ്. ധാർമ്മികതയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ദ്വാപരയുഗം മുതൽ എന്ത് സംഭവിക്കുകയാണ്? ആത്മബോധം കുറഞ്ഞ് ശരീരബോധത്തിലേക്ക് നമ്മൾ വന്നു. അതാണ് രാക്ഷസ സ്വഭാവം എന്ന് പറയുന്നത്. ലങ്ക എന്ന് പറയുന്നത് അവിടെ നിന്ന് ആരംഭിക്കുക. ദേഹമാണ്, ദേഹബോധമാണ്, ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം എന്ന തോന്നൽ ആരംഭിക്കുകയാണ് അവിടുന്ന്. അപ്പം എന്തായി? പിന്നെ ശരീരബോധത്തിലാഴ്ന്ന സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും നമ്മൾ ജീവിതത്തിൽ മുഖ്യത്വം കൊടുക്കാൻ തുടങ്ങി. ആദ്യം ചെയ്ത തെറ്റെന്താണ്? ദേഹമാണെന്ന അഭിമാനമാണ് ഫസ്റ്റ് തെറ്റ് നമുക്ക് വന്നു. 3-ാം കണ്ണടഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ അന്ധന്മാരായത്. അതുവരെ വെളിച്ചമുണ്ടായിരുന്നു, 3-ാം കണ്ണ് തുറന്നിരുന്നതാണ്. ദ്വാപരയുഗം മുതൽ അകത്തെ 3-ാം കണ്ണ് മെജോറിറ്റിയുടെ അടയാൻ തുടങ്ങി.
കുറച്ച് പേരുടെ തുറന്നിരുന്നവരുണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ ഋഷിമാർ മുനിമാരെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ കൂടുതൽ പേരുടെ കണ്ണടയാൻ, കാഴ്ച കുറയാൻ തുടങ്ങിയപ്പോൾ എന്തായി? അകത്ത് വെളിച്ചമുണ്ടായിരുന്ന ആ ഋഷിമാർ, മഹാമുനിമാർ എന്ത് ചെയ്യാൻ തുടങ്ങി? വേദം തന്നു, വേദന അകറ്റാൻ ജ്ഞാനം തന്നു. വേദം, ഗീത, ഉപനിഷത്ത്, അതിലെല്ലാം ഡയറക്റ്റ് ജ്ഞാനമാണ്, ആത്മജ്ഞാനമാണ്. കണ്ണ് തുറക്കാൻ തന്നു. പക്ഷേ അത് പഠിച്ചിട്ടും അല്ല, മെജോറിറ്റിയുടെ കണ്ണ് തുറന്നില്ല. വളരെ കുറച്ച് പേരുടെ കണ്ണ് മാത്രമേ തുറന്നിരുന്നുള്ളൂ. കൂടുതൽ പേര് എന്ത് ചെയ്തു? വീണ്ടും പടി ഇറങ്ങി 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 ഇറങ്ങി. പടിയിറക്കത്തിൻ്റെ സ്പീഡ് കൂടി. കാരണം അത് പ്രകൃതി നിയമമാണ്. സദോയിൽ നിന്ന് സത്യത്രേദൈകത്തിൽ സദോ അവസ്ഥയാണ്. ദ്വാപരയാകുമ്പോഴേക്ക് രജോ അവസ്ഥയിലേക്ക് വന്നു. പടിയിറക്കം ആരംഭിച്ചു. അപ്പം പടിയിറങ്ങുമ്പോൾ ഋഷിമാർക്ക് മനസ്സിലായി പടിയിറക്കത്തിൽ ഇവർ തലകുത്തനെ താഴെ പോയി വീഴും. അപ്പം എന്താ, ഈ കുട്ടിക്കരണം മറി കളിക്കില്ലേ, കുട്ടിക്കരണം മറിഞ്ഞ് ഇവർ തലകീഴായി വീഴും എന്ന് മനസ്സിലാക്കിയപ്പോൾ മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി പടിയിറക്കത്തിലും ഇവർക്ക് ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമുക്ക് ആധ്യാത്മിക മാർഗങ്ങളിലേക്ക് അവർ വെളിച്ചം കാണിച്ചു തന്നു. ഡയറക്റ്റ് ജ്ഞാനം ദഹിച്ചില്ല. പിന്നെന്ത് ചെയ്തു? അതിനെ ഇതിഹാസ രൂപത്തിൽ തന്നു. കഥയും ഉപകഥയൊക്കെ മിക്സ് ചെയ്ത് ജ്ഞാനം തന്നു. പഴത്തിൻ്റെ ഉള്ളിൽ മരുന്ന് വെച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കില്ല, അതേപോലെ സത്യജ്ഞാനത്തെ കഥകൾക്കുള്ളിലൂടെ വെച്ച് മഹാഭാരത കഥയാക്കി രാമായണ രൂപത്തിലൊക്കെ തന്നു. എങ്ങനെയെങ്കിലും ഇവരുടെ ഉള്ളിൽ പോട്ടെ അന്തസത്ത. പക്ഷെ നമ്മളെന്ത് ചെയ്തു? പഴം കഴിച്ചു, ഗുളിക അങ്ങ് തുപ്പിക്കളഞ്ഞു. അപ്പോഴും ജ്ഞാനം നമ്മൾ ഉള്ളിലേക്ക് എല്ലാവർക്കും എടുക്കാൻ കഴിഞ്ഞില്ല. എടുത്തവർ വളരെ കുറവ്. അവർ വെളിച്ചത്തിൽ ജീവിച്ചു. ആ വെളിച്ചമുണ്ടായിരുന്നവർ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു മാനവരാശിയെ രക്ഷിക്കാൻ. അവരാണ് മഹാത്മാക്കൾ, അവരാണ് പുണ്യാത്മാക്കൾ. അവരുടെ പരിശ്രമം റിപ്പയറിങ്ങിന്. കാരണം പുതിയ വീട് എന്നല്ല നമ്മൾ പറഞ്ഞില്ലേ, സത്യത്രേദൈകം പുതിയ വീടാണ്. ദ്വാപരയുഗം മുതൽ വീട് പഴയതാകാൻ തുടങ്ങിയപ്പോൾ, കേടുവരാൻ തുടങ്ങിയപ്പോൾ നന്നാക്കാൻ ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അല്ലേ, ഒരു ഭാഗത്ത് ഋഷിമാർ ജ്ഞാനം നൽകി. പിന്നീട് പതുക്കെ ഭക്തി പ്രസ്ഥാനം ഉണ്ടായി. അവർ ഭക്തി വളർത്തി. ശരി, ജ്ഞാനം തലയിൽ പോണില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഭക്തിയെങ്കിലും ചെയ്യൂ. എങ്ങനെയായാലും മനുഷ്യൻ്റെ മനസ്സ് ഭഗവാനിൽ കെട്ടപ്പെടട്ടെ. ദേഹബോധത്തിലേക്ക് വന്ന് 5 വികാരങ്ങളാകുന്ന പാമ്പിൻ്റെ പിടിയിൽപ്പെട്ട് പതുക്കെ കാമി, ഫസ്റ്റ് നമ്മളെ പിടിച്ചത് കാമവികാരമാണ്. സ്ത്രീ പുരുഷൻ ആ കണ്ണിൽ കാണാൻ തുടങ്ങി. ഈ കണ്ണടഞ്ഞിട്ട് ഈ കണ്ണിലൂടെ നോക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? സ്ത്രീ പുരുഷൻ ആകർഷണം. അപ്പം എന്ത് ചെയ്തു? തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി പതുക്കെ. പിന്നെ വിചാരിച്ചത് നടക്കാത്ത വന്നപ്പോഴൊക്കെ ക്രോധം. പിന്നെ ആരെയൊക്കെ എന്തിനെയൊക്കെ സ്വന്തമാക്കി അതിനോട് ഒട്ടിപ്പെടുത്തുക, എൻ്റെ. പിന്നെ പതുക്കെ എന്ത് വരാൻ തുടങ്ങി? കാണുന്നതല്ല എനിക്ക്, എൻ്റെ കുടുംബത്തിന് ആർത്തി വരാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെ നേടിയെടുത്തോ അതിൻ്റെ എല്ലാം അഹങ്കാരം വരാൻ തുടങ്ങി. അങ്ങനെ 5 പേരും നമ്മളെ പിടിയിലാക്കി. ഈ 5 പേരെയും പിടിച്ചപ്പോൾ ആ വികാരങ്ങളാകുന്ന വിഷപ്പാമ്പിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്തു? ഏക ദൈവ ആരാധന. ഒരേയൊരു ശിവനെ പൂജിച്ചു, പ്രാർത്ഥിച്ചു. ശിവലിംഗ ആരാധന നമ്മൾ ആദിയിൽ പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെയാണ് ജ്യോതിസിൻ്റെ അടയാളമായി ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. പ്രകാശത്തിൻ്റെ പ്രതീകമായി സ്ഫടികവും വജ്രവും എല്ലാം കൊണ്ട് ഭക്തി ആരംഭിച്ചു. ശിവക്ഷേത്രങ്ങൾ ആരംഭിച്ചു, ശിവപൂജ ആരംഭിച്ചു. ലോകത്തിലെ ഏകദൈവ ആരാധന പഠിപ്പിച്ചതും ഭാരതമാണ്. വിക്രമാദിത്യ രാജാവ് ആദ്യത്തെ ക്ഷേത്രം സോമനാഥ ക്ഷേത്രം പണിത് ശിവജ്യോതിർലിംഗ പ്രതിഷ്ഠ നടത്തി. അതോടുകൂടി ഭാരതത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ ഇന്നും പ്രസിദ്ധമാണല്ലോ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ. ജ്യോതിസിനെ ആരാധിക്കുമ്പോൾ അത് ശിവലിംഗമല്ലേ, ഒരു രൂപമൊന്നും പ്രത്യേകിച്ചില്ല. അത് ജ്യോതിർലിംഗം സ്ഫടികവും വജ്രമൊക്കെ മാറി ശിലകളിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് അതിലും തൃപ്തിയായില്ല, എല്ലാവർക്കും നിൽക്കാൻ പറ്റണില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്തായി? സത്യത്രൈദൈകത്തിൽ ജീവിച്ചിരുന്ന ദേവീദേവന്മാർ, ആ ദേവീദേവന്മാരിൽ
അവരുടെ ശ്രേഷ്ഠമായ ജീവിത ചിത്രങ്ങൾ, ശ്രീലക്ഷ്മിയുടെ, ശ്രീനാരായണൻ്റെ, ശ്രീരാമൻ്റെ, ശ്രീ സീതയുടെ ശ്രേഷ്ഠ ജീവിതത്തിലൂടെ കടന്നുപോയ, അതിൽ തന്നെ സത്യത്രേതായുഗത്തിലെ വിശേഷപ്പെട്ട രാജാക്കന്മാർ, വിശേഷ പാർട്ടിധാരികളായി കടന്നു. ദേവതകളിൽ തന്നെ 33 കോടിയിൽ തന്നെ വിശേഷപ്പെട്ടവരാരായിരുന്നു? പൂർവികരുടെ ചിത്രം എപ്പോഴും നമ്മൾ വയ്ക്കുമല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയൊന്നും അറിയില്ലെങ്കിലും അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ അച്ഛനും അമ്മ പറഞ്ഞു തരുമല്ലോ, ഇതാണ് മുത്തശ്ശൻ. അപ്പം നമ്മൾ അവരുടെ ചിത്രം വെച്ചിട്ട് നമുക്കൊരു ആദരവാണ് ആദ്യം ഉണ്ടാകുന്ന മുതിർന്നവരോട്. ആ രീതിയിൽ സത്യത്രേതായുഗത്തിലുണ്ടായിരുന്ന നമ്മുടെ പൂർവികർ, ദേവകുലത്തിലുള്ള നമ്മുടെ പൂർവികർ, അതാണ് നമ്മുടെ പൂർവികർ. ആരാണ്? സത്യത്രേതായുഗത്തിലെ ദേവന്മാർ, ദേവിമാർ, ആ കുലത്തിലെ നമ്മൾ. വിശ്വാസം വരുന്നുണ്ടോ? ഭഗവാൻ പറയണത്, മക്കളെ നിങ്ങൾ ആ കുലത്തിലെ. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പണിക്കരടുത്ത് പോകുമ്പോൾ പണിക്കരെന്താ പറയണേ? കുലദൈവത്തിൻ്റെ അടുത്ത് പോകും, കുലക്ഷേത്രത്തിൽ പോകും. നിങ്ങളുടെ കുലദേവി ഇന്ന ക്ഷേത്രമാണ്, നിങ്ങളുടെ കുലക്ഷേത്രം ഇന്ന ദേവൻ്റെ അമ്പലമാണ്, അവിടെ പോയിട്ട് ദർശനം നടത്തൂ, അവിടെ പോയിട്ട് വിളക്ക് വയ്ക്കൂ. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? കുലദേവൻ, കുലദേവി. അപ്പം നമ്മൾ ദേവൻ്റെ ദേവിയുടെ കുലത്തിൽപ്പെട്ടവരാ. ഏതാ കുലം? സത്യത്രേതായുഗത്തിലെ കുലം, ദേവകുലത്തിൽ. നമ്മുടെ പൂർവ്വജന്മങ്ങൾ അവിടെയായിരുന്നു നമ്മൾ. അവരാണ് നമ്മുടെ പൂർവികർ. നമ്മൾ അവിടെ നിന്നാണ് ജീവിതയാത്ര ആരംഭിച്ചത്, പടി അവിടെ നിന്നാണ് ഇറങ്ങി തുടങ്ങിയത്. ആ പൂർവികരുടെ ചിത്രങ്ങൾ നമുക്ക് ആദ്യം ആദരവിൻ്റെ രൂപത്തിലുണ്ടായിരുന്നു. ആ ആദരവ് പിന്നീട് എന്തായി? ഭക്തിയുടെ രൂപത്തിൽ ആരാധനയായിട്ട് മാറി. ആ ലക്ഷ്മി നാരായണൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാധയുടെയും വിശേഷപ്പെട്ട ദേവീദേവന്മാരുടെ എല്ലാം ചിത്രങ്ങൾ ആദരവ്, ആരാധനയായി. ആ രൂപത്തിൽ നമ്മൾ ഭഗവാനെ പൂജിക്കാനും ആരാധിക്കാനും ആരംഭിച്ചു. പിന്നീട് പതുക്കെ പതുക്കെ എന്തായി? ദേവീദേവന്മാരുടെ പൂജ. പിന്നെ നമ്മുടെ പൂർവികർ, കാരണം അവർ ഭയങ്കര ബുദ്ധിമാന്മാരായിരുന്നല്ലോ, പ്രത്യേകിച്ചും ഋഷീശ്വരന്മാർ. അവർക്ക് മനസ്സിലായി പടി ഇറങ്ങി ദ്വാപരയുഗം 21 പടികളാണ് നമ്മൾ ഇറങ്ങിയത്. കലിയുഗം എത്തിയപ്പം 42 പടികളാണ്. ജന്മങ്ങളുടെ പടികളെ മക്കൾ ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇരുട്ട് കയറുന്നത് കണ്ടപ്പോൾ ഇരുട്ട് കയറി ഇവർ തമ്മിലുള്ള യുദ്ധം കൂടാതെ വികാരികളായ മനുഷ്യർ, പാമ്പ് പിടിച്ച കുട്ടികൾ, വികാരത്തിന് അടിമപ്പെട്ടവർ തമ്മിലടിക്കുകയും കലഹിക്കുകയും മാത്രമല്ല പ്രകൃതിയെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങും. ഇത് മനസ്സിലാക്കിയ പൂർവികരെന്ത് ചെയ്തു? ഇവർ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കട്ടെ, കാരണം പ്രകൃതിയാണ് ഇവരുടെ മാതാവ്. പ്രകൃതി ഉള്ളതുകൊണ്ട് അവർ കഴിച്ചും കുടിച്ചും ശ്വസിച്ചും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്. ഈ പോക്ക് പോയാൽ ഇവർ പ്രകൃതിയെ നശിപ്പിക്കുമെന്നവർക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ആർത്തി കൂടി, നമുക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു ആവശ്യത്തിന്. പക്ഷെ നമ്മുടെ ആർത്തി കൂടിയിട്ട് നമ്മൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ പൂർവികർ മുൻകൂട്ടി പ്രകൃതി ശക്തികളെ ആരാധിക്കാൻ പഠിപ്പിച്ചു. വൃക്ഷത്തെ, അതിനെ നശിപ്പിക്കാതിരിക്കാൻ, വായുവിനും സൂര്യനും ജലത്തിനും ഭൂമിക്കും 5 തത്വങ്ങൾക്കും ദേവൻ്റെ ദേവിയുടെ രൂപം കാണിച്ച് നമ്മളോട് ആരാധിക്കാൻ പറഞ്ഞു. എന്താ കാരണം? ആരെ ആരാധിക്കുന്നു അവരോട് ബഹുമാനം ഉണ്ടാവും, ആദരവും ഉണ്ടാവും. അപ്പോൾ അവയെ നശിപ്പിക്കില്ലല്ലോ. ഇവയെ നശിപ്പിക്കാതിരുന്നാലേ ഈ ഭൂമുഖത്ത് ജീവൻ്റെ നിലനിൽപ്പുള്ളൂ. പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ ആരാധിക്കും, ജലദേവനെ, വായുദേവനെ, സൂര്യൻ ദേവനെയൊക്കെ നമസ്കരിക്കും. പക്ഷേ എല്ലാം മരം മുറിക്കുകയും ചെയ്യും, വായു മലിനീകരിക്കുകയും ചെയ്യും. സർവസ്വത്തെ നശിപ്പിക്കുന്ന ഒരു ശീലം നമ്മുടെ കൂടിക്കൂടി. കാരണം പടി ഇറക്കമല്ലേ. സദോ രജോ തമോ അവസ്ഥയിലേക്ക് വന്നപ്പോൾ, തമോ ഗുണികളായ നമ്മൾ അന്ധകാരത്തിൽപ്പെട്ടപ്പോൾ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ നമ്മൾ കൊമ്പ് മുറിക്കുകയാണ്, വീണ് കിടക്കുകയാണ്. പടി ഇറങ്ങി എവിടെ എത്തിയിപ്പോൾ? എവിടെ എത്തിയിരിക്കുക? മാനവകുലം. അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മാനവകുലം കൂരിരുട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വിശ്വത്തിൻ്റെ പല ഭാഗങ്ങളിലും സർവധർമ്മ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ആത്മീയ പുരുഷന്മാർ കൂടി ആലോചിക്കുന്നുണ്ട് എങ്ങനെ മാനവരാശിയെ രക്ഷിക്കാം. ഇത് മുഴുവൻ ലോകചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വിശ്വത്തിൻ്റെ അവസ്ഥയാണ്. ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടു. പക്ഷേ ലങ്ക പോലെ എല്ലാ സൗകര്യവും ഉണ്ട്. ഇരുട്ടെല്ലാം എവിടെയാണ്? ഉള്ളിലാണ്. ദുഃഖം, അശാന്തി, ദുരിതം, മനഃശാന്തിയില്ല. സൗകര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്.
അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഭാരതത്തിൻ്റെ അവസ്ഥയാണ്. അവസാനം എന്തായി? കലിയുഗാന്തി എത്താറാകുമ്പോഴേക്കും അല്ലേ, വർഷങ്ങളോളം നമ്മുടെ ഭാരതഭൂമി നോക്കൂ, സമ്പന്നമായിരുന്ന സത്യത്രേതായുഗത്തിൽ ഇത്രയും പ്രതാപമുണ്ടായിരുന്ന ഈ ഭാരതം പോലും എത്ര 700ഓളം വർഷങ്ങളാണ് വിദേശ അധിനിവേശത്തിലേക്ക് പോയത്. വിദേശികളുടെ കനിവിൽ ഭാരതവും ഭാരതീയരും മുൾ ബെഡിൽ കിടക്കുന്ന ചിത്രമാണ് കാണുന്നത്. നീണ്ട 700 വർഷങ്ങൾ. എത്ര രാജ്യങ്ങളാണ് വന്ന് നമ്മളെ അല്ലേ ഭരിച്ചത്? ഡച്ചുകാർ, പോർച്ചുഗീസുകാർ അല്ലേ, അവസാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ട് എത്ര വർഷങ്ങൾ. അപ്പോൾ അന്യദേശത്തുനിന്ന് വന്ന് നമ്മളെ കീഴ്പ്പെടുത്തണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയും നമ്മുടെ കയ്യിൽ വേദമുണ്ട്, പുരാണമുണ്ട്, ഇതിഹാസമുണ്ട്, ഭാരതമാണ് ആധ്യാത്മികതയുടെ കലവറ. ശരി തന്നെ. ഇതെല്ലാം നമ്മൾ ഉണ്ടായിട്ടും നമ്മൾ വിവേകശാലികളായിരുന്നുവെങ്കിൽ, നമ്മുടെ കയ്യിൽ വിവേകത്തിൻ്റെ ബലം ഉണ്ടായിരുന്നെങ്കിൽ പുറത്തുനിന്ന് ആർക്കെങ്കിലും വന്ന് നമ്മളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിച്ച് നമ്മുടെ രാജ്യം തന്നെ കൈക്കലാക്കാൻ കഴിയുമായിരുന്നു. അപ്പം അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത്രയധികം ജ്ഞാനത്തിൻ്റെ കലവറ ഈശ്വരൻ നമുക്ക് തന്നിട്ടും നമ്മൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. മൂന്നാം കണ്ണടഞ്ഞു കിടന്നു. അറിവുണ്ട്, പക്ഷെ വിവേകം ഇല്ലാതായിപ്പോയി. ഭക്തിയുണ്ട്, പക്ഷെ ജ്ഞാനമില്ലാത്ത ഭക്തിയായിരുന്നു നമ്മുടേത്. അതുകൊണ്ടാണ് നമ്മളെ എല്ലാവർക്കും മുതലെടുക്കാൻ കഴിഞ്ഞത് അല്ലേ. ഇപ്പം സമയം എന്തായി? ഇറക്കം അതിൻ്റെ ഏറ്റവും താഴെ എത്തിയപ്പോൾ നമ്മൾ നോക്കൂ, പടി ഇറങ്ങി ഏറ്റവും താഴുന്ന അവസ്ഥയിൽ നമ്മൾ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ പാരലായിട്ട് ആ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കണേ? ഇതേ സമയത്ത് മറ്റൊരു സമൂഹം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അല്ലേ യജ്ഞം രചിച്ചിട്ട്, രുദ്രഗീതാജ്ഞാന യജ്ഞം രചിച്ച് പരമാത്മാജ്ഞാനം നൽകി നമ്മൾ കുട്ടികൾക്ക് പടിയിറങ്ങിയില്ലേ, ഇനി തിരിച്ചു കയറാൻ അല്ലേ നമ്മുടെ പക്കൽ ശക്തിയില്ല. അപ്പം എന്ത് വേണം? ഒരു ലിഫ്റ്റ് വേണം, നമുക്ക് കയറാൻ സഹായം വേണം. ഈശ്വരൻ നമുക്ക് ലിഫ്റ്റും കൊണ്ട് വന്നിരിക്കുകയാണ്. ഏതാ ലിഫ്റ്റ്? ജ്ഞാനയോഗത്തിൻ്റെ ലിഫ്റ്റാണ്. ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ, പരമാത്മാവിൻ്റെ ഓർമ്മ, ജ്ഞാനവും ധ്യാനവുമാകുന്ന ലിഫ്റ്റിലിരുത്തിയിട്ട് മക്കളോട് എന്താ പറയണേ? മക്കളെ, നിങ്ങൾ ക്ഷീണിച്ചു പോയി. ഈ 84 ജന്മങ്ങളുടെ 83 ശരീരം മാറി മാറിയെടുത്ത് 84ാമത്തെ ജന്മത്തിൽ ഭഗവാന്റെ മടിത്തട്ടിൽ ഈ ജ്ഞാനം കൊണ്ട് നമുക്കൊരു ദിവ്യ ജന്മം, ശ്രേഷ്ഠ ജന്മം, ബ്രാഹ്മണ ജന്മം തന്നിരിക്കുക. എന്നിട്ട് എന്താ പറയണേ? ശരി, നിങ്ങൾ ഈ ലിഫ്റ്റിൽ കയറിയിരുന്നോളൂ. ഈ ലിഫ്റ്റിൽ നിങ്ങൾ സ്വിച്ച് ഇട്ടാൽ മതി, നേരെ പോകും. ലിഫ്റ്റിൽ എത്രയല്ലേ ജോലിയുള്ളൂ? സ്വിച്ച് ഓൺ, ലിഫ്റ്റ് മേലെ. ഏതാ സ്വിച്ച് ഓൺ? സ്മൃതിയുടെ സ്വിച്ച്. ഞാൻ ആരാണ്, ആരുടേതാണ്, എവിടുന്ന് യാത്ര തുടങ്ങി, ഇപ്പം എവിടെ എത്തി, എനിക്ക് എവിടേക്ക് പോകണം, എവിടെ പോകണം അല്ലേ. ലിഫ്റ്റിൽ കയറൂ, സ്മൃതി ഉണർത്തൂ, ഭഗവാനുമായി യോഗം വയ്ക്കൂ, പതിതാത്മാവ് പാവനമാകും അല്ലേ, തമോ ഗുണി വീണ്ടും സദോ ഗുണിയാകും. ലിഫ്റ്റിൽ കയറി നേരെ വീടെത്തണം. ആദ്യം എവിടെ പോകണം? വീട്ടിൽ പോകണ്ടേ? അച്ഛൻ്റെ അടുത്ത് പോകണം, പോയിരിക്കണം, കുറച്ച് സമയം വിശ്രമിക്കണം. വിശ്രമത്തിന് ശേഷം എവിടേക്ക് വരണം? വിശ്രമിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളാണ് ഈ നാടകശാലയിലെ ഹീറോ പാർട്ട്ധാരികൾ. ഹീറോയിൻ പാർട്ട്ധാരികൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ പാർട്ടാണ് അല്ലേ. അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. നായകന്മാർക്ക് എപ്പോഴും ഡിമാൻഡല്ലേ, നമുക്ക് അവസരം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? സമയമാകുമ്പോൾ, ആത്മാവിന് സമയമാകുമ്പോൾ വീണ്ടും എവിടേക്ക് ഇറങ്ങി വരണം? സത്യത്രേതായുഗത്തിലേക്ക് നമുക്ക് വീണ്ടും ഇറങ്ങണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ, നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്ലേ ഗ്രൗണ്ടിൽ ഒരു സ്റ്റെപ്പും അതിന്ന് പടി കയറി സ്റ്റെപ്പിൻ്റെ മേലെ കയറും. എന്നിട്ട് താഴേക്ക് നിരങ്ങി ഇറങ്ങാനൊരു സാധനം ഉണ്ടാവും. മേലെ നിരങ്ങി താഴെ വരും. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും? നേരെ ഓടിക്കയറി വീണ്ടും പടി കയറും. എന്നിട്ട് വീണ്ടും നിരങ്ങി താഴേക്ക് ഒറ്റ ഇറക്കാണ്. ഇറക്കം, അവിടെ എഫർട്ടൊന്നും വേണ്ടി വന്നില്ല ഇറങ്ങാൻ. പ്രകൃതിദത്തമാണ് ഇറക്കം. കാരണം ആത്മാവ് ഈ പ്രകൃതിയുടെ ആധാരം എടുത്തത് കാരണം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പ്രകൃതിയുടെ നിയമമാണ് സദോ രജോ തമോ അവസ്ഥ. ഈ പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടോ ആദ്യം പുതിയതാകും, കുറച്ച് കഴിയുമ്പോൾ പഴയതാകും, പഴയതായി കഴിയുമ്പോൾ ഇല്ലാണ്ടാകും, പിന്നെ ഉണ്ടാകും. മരങ്ങൾ തന്നെ നോക്കൂ, ഉണ്ടാകും അല്ലേ, വളരും,
പൂർണ്ണ വളർച്ചയെത്തും, വീണ്ടും താഴെ വീഴും, വീണ്ടും ഒന്നേന്ന് വളരും. അല്ലേ? കുരു മരം, വീണ്ടും അതിന്ന് വിത്ത് മരം. അതേപോലെ നമുക്കും പ്രകൃതിയുടെ ഈ നിയമത്തിന് വിധേയമായിട്ട് സദോ രജോ തമോ അവസ്ഥ, ആത്മാവ് സദോ രജോ തമോ അവസ്ഥയിലേക്ക് വരും. കാരണം ആത്മാവ് ഊർജമായതുകൊണ്ട് നാശമില്ല, നശിക്കില്ല. വീണ്ടും എന്ത് ചെയ്യണം? പടിയിറങ്ങിയ നമുക്ക് കയറണം. ഈ പടിയിലൂടെ ഇനി തിരിച്ചു കയറാൻ പറ്റില്ല, കാരണം അതിനുള്ള ശക്തി നമ്മുടെ പക്കലില്ല, സമയവും ഇല്ല. ഇപ്പം സമയം എത്രയാണ് വിശ്വഘടികാരത്തിൽ? വിശ്വഘടികാരത്തിൽ വിളിച്ചു പറയുന്നത് എന്താ? സമയം എത്രയായി? കൽപ്പാന്തകാലം. അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? കൽപ്പാന്തകാലം, കലിയുഗം. അതിൽ തന്നെ ഇപ്പം നമ്മളെവിടെ എത്തി? സത്യുഗം. ബ്രഹ്മമുഹൂർത്ത വേളയായി, അർദ്ധരാത്രി കഴിഞ്ഞു, കൂരിരുട്ടിൻ്റെ സമയം കഴിഞ്ഞ് ബ്രഹ്മമുഹൂർത്തം പുലർന്നിരിക്കുകയാണ്. സ്വയം പരമാത്മ സൂര്യൻ വന്നിരിക്കുകയാണ്. നമ്മൾ മക്കൾക്ക് ലിഫ്റ്റും കൊണ്ട് വന്നിരിക്കുകയാണ്. ലിഫ്റ്റിൽ കയറിക്കോളൂ, സ്വിച്ച് ഓൺ ചെയ്യൂ സ്മൃതിയുടെ, അല്ലേ? യോഗ്യരാകൂ, വീടെത്താം. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. മിക്കവാറും നമ്മുടെ ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ പഴനിമലയാകട്ടെ, വെങ്കടാചലപതി ക്ഷേത്രമാകട്ടെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ശബരിമലയാകട്ടെ, എല്ലാം പടിയുടെ മേലെ കാണിച്ചിരിക്കണം. അല്ലേ? പടി കയറി മേലെ എത്തിയ ആരെ കാണാം? ദേവനെ, ദേവിയെ. പടി 18 കയറണം, അല്ലേ? 1001 പടി കയറണം ശബരിമല പഴനിയിൽ പോയ പടിയുടെ മേലെ. അപ്പം നമ്മൾ പടിയുടെ മേലെയായിരുന്നു ദേവന്മാർ, ദേവിമാരെല്ലാം. അല്ലേ? ആരുടെ മക്കളാ? ദൈവത്തിൻ്റെ മക്കളായിരുന്ന നമ്മൾ പടിയുടെ മേലെന്നാണ് പിന്നെ എന്ത് ചെയ്തത്? ഇറങ്ങിയത്. ഇറങ്ങി ഇവിടെ എത്തി. ഇപ്പം അച്ഛൻ വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും ആരാണ്? പരംപിത പരമാത്മാ ശിവപരമാത്മാവ് വന്നിട്ട് നമ്മൾ ആത്മാക്കളെ, പടിയിറങ്ങിയ നമ്മളെ, നാടകം കളിച്ച 5000 വർഷം കൊണ്ട് നാടകം കളിച്ച് ക്ഷീണിച്ച നമ്മളെ ഈ കളിക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരയുകയും തമ്മിലടിക്കുകയും അനാഥ കുട്ടികളെ പോലെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് വന്നിട്ട് പറയണം, മക്കളെ നിങ്ങൾ അനാഥരല്ല, തമ്മിലടിക്കല്ലേ, രാവണനാണ് നിങ്ങളെ പിടിച്ചത്, രാവണനുള്ളിലുള്ളത് കൊണ്ടാണ് തമ്മിലടിക്കണേ. അതുകൊണ്ട് ഭഗവാൻ മൃതസഞ്ജീവനിയുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താ മൃതസഞ്ജീവനി? നിങ്ങൾ അമരനായ ആത്മാവാണ്, ഈ നശിക്കുന്ന ശരീരമല്ല. രാമകഥയിൽ നമ്മളതല്ലേ കേൾക്കണേ? എല്ലാവരും മരിച്ചു വീഴുമ്പോൾ, മോഹാലസ്യപ്പെട്ട് വീഴുന്ന സമയത്ത്, അല്ലേ, രാക്ഷസന്മാരുടെ അമ്പേറ്റിട്ട്, അല്ലേ, എല്ലാവരും നാഗാസ്ത്രമേറ്റിട്ട് സർവരും വീഴുകയാണ്. അപ്പോൾ ജാമ്പവാൻ പറയുന്നുണ്ട്. ജാമ്പവാൻ എന്താ ചോദിക്കണേ? ഹനുമാൻ ജീവിച്ചിരിക്കണുണ്ടോ? ഹനുമാൻ ഉണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. കാരണം മരുന്നെടുത്തിട്ട് വരണം. മല എടുത്തിട്ട് വന്നു. മല തന്നെ വന്നിട്ട് മരുന്നിൻ്റെ മണം കേട്ട് എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടി. ഏതാ മരുന്ന്? ഏതാ മരുന്ന്? മരുന്നിൻ്റെ പേരുകൾ തന്നെ 4 വിശേഷ പേരാ രാമായണത്തിൽ പറയണം. വിശല്യകരണി, വിശല്യകരണി, പിന്നെയോ സന്താനകരണി, സുവർണകരണി, പിന്നെ മൃതസഞ്ജീവൻ. 4 മരുന്ന്. അല്ലേ? നമുക്ക് പരമാത്മാ വന്നിട്ട്, അല്ലേ, ഭഗവാൻ വന്ന് ഹനുമാന്മാരിലൂടെ ഇപ്പം നമുക്ക് ഈ മരുന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹനുമാൻ, മലയെടുത്തുകൊണ്ട് വന്ന ഹനുമാൻ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ രാമനെ വെച്ചിട്ട് ഈ ബോധവാനായി ജീവിച്ച ബ്രഹ്മബാബയാകുന്ന മഹാവീരനിലൂടെ നമുക്ക് പരമാത്മാ ഈ 4 മരുന്നും തരിക. മൃത സഞ്ജീവനി ഏതാണ്? ആത്മാവാണെന്ന ബോധം തന്നിട്ട് നമ്മളെ അമരത്വത്തിലേക്ക് ഉണർത്തുകയാണ്. അതാണ് ജ്ഞാനം. 4 വിഷയങ്ങളാണ് 4 മരുന്ന്. പരമാത്മാ പറയണ, മക്കളെ നിങ്ങൾ ബോധവാന്മാരായി ജീവിക്കാൻ 4 വിഷയങ്ങളാണ് പുരുഷാർത്ഥം, പ്രയത്നം ചെയ്യേണ്ടത്. അതിലാണ് ജ്ഞാനം, മൃതസഞ്ജീവനി. രണ്ടാമത്തെ എന്താണ്? യോഗം. പരമാത്മാവായി എന്നെ ഓർമ്മിക്കൂ. അതാണ് സുവർണകരണി എന്നാണ് പറയുന്നത്. സുവർണകരണി പറഞ്ഞാൽ ആത്മാവ് സ്വർണ്ണ സമാനായിരുന്നു. എപ്പോൾ? സത്യത്രേതേകത്ത് പടിയുടെ മേലെ. പടിയിറങ്ങി താഴെ വന്നപ്പോൾ എന്തായി? ക്ലാവ് പിടിച്ചു, സ്വർണത്തിൽ കുറച്ച് കലർപ്പ് പിടിച്ചു. അപ്പോൾ ഭഗവാൻ എന്താ പറയണേ? ആത്മാവാകുന്ന സ്വർണത്തെ അഗ്നിയിലിടൂ. ഏതഗ്നി? യോഗാഗ്നിയിലിടൂ. പരമാത്മാവായി എന്നെ ഓർമ്മിക്കൂ. ആത്മാവിലെ ക്ലാവെല്ലാം പോകും. നിങ്ങൾ വീണ്ടും ശുദ്ധ സ്വർണ്ണാകും. ആത്മാവ് സ്വർണ്ണാകുമ്പോൾ നിങ്ങൾക്ക് ശരീരമാകുന്ന നല്ല ആഭരണം വീണ്ടും കിട്ടും. അല്ലേ? അതാണ് സുവർണകരണി. അടുത്തതാണ് 3ാമത്തെ മരുന്ന്. എന്താണ്? 3ാമത്തേതാണ് വിശല്യകരണി. ശല്യങ്ങളില്ലാണ്ടാക്കാൻ. നമ്മുടെ ഉള്ളിൽ കുറേ ശല്യങ്ങൾ കയറി കൂടിയിട്ടുണ്ട്.
ആരാ ശല്യം? കുറേ ഭൂതഗണങ്ങൾ കയറിയിട്ടുണ്ട്. ഏതാ ഭൂതങ്ങൾ? 5 ദുർവികാരങ്ങൾ. രാവണൻ. അതിനെ ഓടിക്കണം. അത് ശല്യം തീർക്കാൻ എന്ത് ചെയ്യണം? ദുർവികാരങ്ങളെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സദോ ഗുണങ്ങൾ, ദിവ്യ ഗുണങ്ങളുടെ ധാരണ ജീവിതത്തിലേക്ക് വരണം. അതാണ് 3ാമത്തെ വിഷയം. ദിവ്യ ഗുണങ്ങളുടെ ധാരണയിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിലെ ഭൂതങ്ങളെ ഓടിക്കാൻ. ക്രോധം പോണെങ്കിൽ ശാന്തി വരണം. അഹങ്കാരം പോണെങ്കിൽ വിനയത്തിൻ്റെ അഭ്യാസം നിരന്തരം ചെയ്തേ മതിയാകൂ. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അഭ്യാസം. ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്, സ്നേഹസ്വരൂപാത്മാവാണ്. പ്രാക്ടിക്കലി കർമ്മങ്ങളിൽ ഇടപഴകുമ്പോൾ ഏത് സാഹചര്യങ്ങൾ വരുമ്പോഴും ശാന്തത കൈവെടിയാതെ പലതവണ, ചിലപ്പോൾ ഒക്കെ പരാജയപ്പെടുന്നുണ്ടാവാം, പക്ഷെ വീണ്ടും എഴുന്നേക്കണം നമുക്ക്. വേണ്ടേ? പിന്നെ 4ാമത്തെ മരുന്ന് ഏതാണ്? സന്താനകരണി. സന്താനം. നമ്മുടെ സന്താനങ്ങളാരാ? നമ്മൾ ഭഗവാന്റെ സന്താനങ്ങളാണ്. ഇന്നത്തെ ഭഗവാന്റെ മധുരമഹവാക്യത്തിലും ഈശ്വരൻ ഇന്നത്തെ രാവിലത്തെ സത്സംഗത്തിൽ പറഞ്ഞ ആയുഷ്മാൻ ഭവ മക്കളെ, പുത്രവാൻ ഭവ മക്കളെ. ആയുഷ്മാൻ ഭവാർത്ഥം ഭഗവാന്റെ മക്കളെന്ന ബോധത്തിൽ അവസാനം വരെ എൻ്റെ മടിത്തട്ടിൽ ജീവിക്കൂ. പുത്രവാൻ ഭവ മക്കളെ അർത്ഥം നിങ്ങൾ എൻ്റെ മക്കളാണ്. നിങ്ങൾ ഈ വിശ്വത്തിലെ എല്ലാവരെയും ഞാൻ കാണുന്നത് പോലെ കാണും, എൻ്റെ മക്കളായി കാണും. നിങ്ങളുടെ മക്കൾ മാത്രമല്ല നിങ്ങളുടെ മക്കൾ, എല്ലാ ആത്മാക്കളും ഭഗവാന്റെ മക്കളാണ്. അതാണ് സന്താനകരണി. അർത്ഥം സേവനം ചെയ്യൂ. എന്ത് നല്ല കാര്യം നമുക്ക് കിട്ടിയോ അത് മറ്റുള്ളവരുടെയും മംഗളത്തിനായി ഉപയോഗിക്കണം. അപ്പം നമുക്ക് എന്താകും? ഈ 4 വിഷയങ്ങളിലൂടെയാണ് ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുക. ഇതാണ് നമുക്കിപ്പോൾ കയറാനുള്ള ലിഫ്റ്റ്. ഇറങ്ങാൻ 5000 വർഷം, കയറാൻ 1 സെക്കൻഡ്. അതുകൊണ്ട് നിങ്ങൾ ശാസ്ത്രങ്ങളിൽ കേട്ടിട്ടുണ്ടാവും, സെക്കൻഡിൽ മുക്തി ജീവൻ മുക്തിയാണ്. സെക്കൻഡിൽ മുക്തി. എന്താർത്ഥം? മുക്തി അർത്ഥം മോക്ഷം. ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരാൻ 1 സെക്കൻഡ് മതി. ബുദ്ധിയുടെ പൂട്ടൊന്ന് തുറക്കുക. താക്കോലൊന്ന് പൂട്ടാനും തുറക്കാനും അല്ലേ? ഇങ്ങോട്ട് തിരിച്ചപ്പോൾ പൂട്ട് വീണു, ശരീരമാണെന്ന ബോധം പൂട്ടി. ഇനി എന്ത് ചെയ്യണം? ഭഗവാൻ പറയണത് എന്താ? ബോധം, ശരീരബോധം. ബോധമാണ് മക്കളെ താക്കോല്. ജ്ഞാനം തന്നിട്ട് എന്താ പറയണേ? തിരിക്കൂ, ആത്മാവാണെന്ന ബോധത്തിലേക്ക് വരൂ. അപ്പോൾ പൂട്ട് തുറക്കും. അല്ലേ? അച്ഛനോടൊപ്പം നമുക്ക് തിരിച്ചു പോകണം. അതാണ് ഇപ്പോഴത്തെ സമയം അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിലും ഈ പരിവർത്തനം ഉണ്ടാകും. നമ്മൾ പരിവർത്തനപ്പെടുന്നതിനോടൊപ്പം ടോട്ടൽ നാടകശാല. അതാണ് ആ പടിയുടെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? നാനാഭാഗത്ത് നമ്മുടെ പരിവർത്തനത്തിനോടൊപ്പം കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് നാനാഭാഗത്തും വിശ്വത്തിൽ എന്താ കാണിച്ചിരുന്നത്? ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭം, മറുഭാഗത്ത് ആഭ്യന്തര കലഹം. ചിത്രത്തിൽ കണ്ടില്ലേ? നാനാഭാഗത്തും 5 തത്വങ്ങളുടെ ഇളക്കം, ആഭ്യന്തര കലഹം അല്ലെ, മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന യുദ്ധസാമഗ്രികൾ, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കഷ്ടങ്ങൾ, ഇതെല്ലാം ചുറ്റുപാടും ഉണ്ടാക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ നാടകശാലയുടെ റീഅറേഞ്ചിന് വേണ്ടി നടക്കുന്ന മാറ്റങ്ങൾ. അത് സ്ഥൂലമായ മഹാവിനാശവും മഹാപരിവർത്തനവും ഉണ്ടാക്കും. ഒപ്പം നമുക്കുള്ളിൽ എന്ത് ചെയ്യണം? ലിഫ്റ്റിൽ കയറി ഇരുന്നുകൊണ്ട് ഈ സൂക്ഷ്മ പരിവർത്തനവും നടക്കണം. അപ്പോൾ പുറത്തും പരിവർത്തനം നടക്കും, അകത്തും പരിവർത്തനം നടക്കും. അകത്തെ പരിവർത്തനത്തിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ പുറത്തുള്ള ഈ പരിവർത്തനത്തിൻ്റെ ഫോഴ്സും കൂടും. നാടകശാല ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ പടിയിറക്കത്തിൻ്റെ കഥ. ഇനിയിപ്പം നമുക്ക് എന്തിനുള്ള സമയമാണ്? അല്ല, ലിഫ്റ്റിൽ കയറി സഞ്ചരിക്കാനുള്ള സമയമാണ്. എല്ലാവരും ലിഫ്റ്റിൽ കയറിയോ? ആരാ ലിഫ്റ്റും കൊണ്ട് വന്നിരിക്കണേ? സ്വയം പരംപിത പരമാത്മാ ഭഗവാനാണ് ഈ ലിഫ്റ്റ് തന്നിരിക്കുന്നത്. നമ്മൾ തോന്നും നമ്മൾ വൈകിട്ടൊരു കർക്കിടക സായാഹ്ന സത്സംഗത്തിൽ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ലിഫ്റ്റാണ്. ഈ ജ്ഞാനവും ധ്യാനവും എല്ലാം നൽകി ഈ സത്സംഗത്തിൻ്റെ രൂപത്തിലൊരു ലിഫ്റ്റ് തയ്യാറാക്കി പരമാത്മ നമ്മളെ ഇരുത്തിയിരിക്കുക. പടിയിറങ്ങി ക്ഷീണിച്ച നമുക്ക് പരിവർത്തനത്തിന് വേണ്ടി അല്ല, സ്പീഡിൽ പോകാൻ സെക്കൻഡിൽ മക്കളെ സഹായിക്കുകയാണ്. പക്ഷെ നമ്മൾ എഫർട്ട് എടുക്കണം. സ്വിച്ച് ഓൺ ചെയ്യാനുള്ള എഫർട്ട് നമ്മൾ ചെയ്യണം. പരിശ്രമിക്കാതെ നമുക്കൊന്നും കിട്ടില്ല. കഷ്ടപ്പെടണ്ട, പക്ഷെ പ്രയത്നം വേണം. അതിൻ്റെ പേരാണ് പുരുഷാർത്ഥം. എഫർട്ട് വേണം. അപ്പോൾ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും.
കഷ്ടപ്പെട്ട് താഴെ എത്തി നമുക്ക് അല്ലേ സഹജമായിട്ട് ഈസിയായിട്ട് ഭഗവാൻ പറയണേ പ്രേമമുണ്ടെങ്കിൽ കഷ്ടപ്പാട്, പ്രയത്നം വേണ്ട എന്നാണ് ഈശ്വരൻ്റെ മഹാവാക്യം. പ്രേമം ആദ്യം എനിക്ക് എന്നോട് പ്രേമം വേണം, പ്രഭുവിനോട് പ്രേമം വേണം, അല്ല സർവാത്മാക്കളോടും പ്രേമം വേണം. അപ്പം ജീവിതം എന്താകും? സഹജം.